आज ममता कालिया का सपनों की होम डिलीवरी नामक उपन्यास का सारांश मैं बताऊंगी। ममता कालिया समकालीन हिंदी साहित्य की प्रमुख लेखिका हैं। उनका प्रसिद्ध उपन्यास है सपनों की होम डिलीवरी। ममता कालिया ഇന്നത്തെ കാലത്തിലെ ഹിന്ദി സാഹിത്യത്തിൽ പ്രമുഖ ലേഖികയാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് സപ്നോം കി ഹോം डिलीवरी। ममता कालिया ने विदेशी की एक लोकप्रिय पाककला विशेषज्ञ नाइजेला लॉसन और उसके पति साची के झगड़े को आधार बनाकर सपनों की होम डिलीवरी नामक उपन्यास रचा है. മമത കാലിയ വിദേശത്തിലുള്ള ഒരു ഫേമസായ ലോകപ്രിയ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയ പാചകകലയിലെ വിശേഷജ്ഞായ എക്സ്പേർട്ടായ നൈജല ലോസൺ और उसके പതി ആയ സാച്ചി. അപ്പോൾ നൈജല ലോസണിൻ്റെയും അവരുടെ ഭർത്താവായ സാച്ചിയുടെയും ഝഗഡ എന്ന് പറഞ്ഞാൽ കലഹത്തെ ബേസ് ചെയ്തുകൊണ്ട് ആണ് സപ്നോം കി ഹോം ഡെലിവറി എന്ന ഉപന്യാസം രചിച്ചിരിക്കുന്നത്. वर्तमान समाज में बदलते रिश्तों को केंद्र बनाकर ये उपन्यास लिखा गया है. ഇന്നത്തെ കാലത്തിൽ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തെ കേന്ദ്ര ബിന്ദുവാക്കിയിട്ട് ഈ ഉപന്യാസം എഴുതിയിരിക്കുന്നു. ഇനി സ്റ്റോറി നോക്കാം. ഉപന്യാസ് की नायिका है रुचि शर्मा. उसकी आयु 40 साल है. ഈ ഉപന്യാസത്തിലെ നായികയാണ് രുചി ശർമ്മ. അവരുടെ വയസ്സ്, ആയു എന്ന് പറഞ്ഞാൽ വയസ്സ്, അവരുടെ വയസ്സ് 40 ആണ്. വ പ്രസിദ്ധ പാകകലാ വിശേഷജ്ഞ ഹെ. അവർ പ്രസിദ്ധയായ ഒരു പാചകകലയിലെ എക്സ്പേർട്ട് ആണ്. उसके 2 लोकप्रिय टीवी चैनल है. एक है का चैनल और दूसरा है माँ चैनल. वह का चैनल में सुरुचि और माँ चैनल में स्वाद नाम से कार्यक्रम चलाती है. ഈ 2 TV ചാനലിൻ്റെ പേരാണ് ഒന്ന് ക, മറ്റൊന്ന് മാ. ഇനി കാ ചാനലിൽ സുരുചി എന്ന പേരിലും മാ ചാനലിൽ സ്വാദ് എന്ന പേരിലുമാണ് കാര്യക്രം എന്ന് പറഞ്ഞ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. കാ ചാനൽ മേം ഉസ്കാ സഹായക് കുർബാൻ അലി और മാ ചാനൽ മേം വീരേന്ദ്ര സിംഗ് ഹെ. ഈ 2 കാര്യക്രമങ്ങളിലും അവരുടെ സഹായിക്കാൻ ഹെൽപ്പേഴ്സ് ഉണ്ട്. കാ ചാനലിൽ അവരുടെ സഹായിയാണ് കുർബാൻ അലി, അതുപോലെ മാ ചാനലിലെ സഹായിയാണ് വീരേന്ദ്ര സിംഗ്. दोनों चैनलों पर उसका साप्ताहिक कार्यक्रम चला आता है. ഈ 2 ചാനലുകളിലും അവരുടെ സാപ്താഹിക കാര്യക്രം എന്ന് പറഞ്ഞാൽ സാപ്താഹിക് എന്ന് പറഞ്ഞാൽ വീക്ക്ലി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. कार्यक्रमों में रुचि को अत्याधुनिक रसोई में व्यंजन बनाते हुए दर्शाया जाता है. ഈ പ്രോഗ്രാമിലൊക്കെ രുചിയുടെ അത്യാധുനികമായ ഏറ്റവും മോസ്റ്റ് മോഡേൺ രസോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള. അപ്പോൾ ഇങ്ങനെ മോഡേൺ ആയിട്ടുള്ള ഒരു കിച്ചണിലാണ് അവരുടെ പാചകങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. രുചി കാ പതി ഹെ പ്രഭാകർ ശർമ്മ. उसका एकमात्र पुत्र है गगन. पारिवारिक कलह के कारण रुचि अपना पति और पुत्र को छोड़कर अकेली रहती है. രുചിയുടെ പതിയാണ് പ്രഭാകർ ശർമ്മ. ഒരേയൊരു പുത്രനാണ്, ഏകമാത്രം എന്ന് പറഞ്ഞാൽ ഒരേയൊരു പുത്രനാണ് ഗഗൻ. കുടുംബപരമായ കലഹങ്ങൾ കാരണം രുചി തൻ്റെ പതിയെയും പുത്രനെയും ഉപേക്ഷിച്ചിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. TV चैनलों पर सुरुचि और स्वाद नामक दोनों कार्यक्रमों में उसका रेटिंग बढ़ गया. TV ചാനലിലെ 2 പ്രോഗ്രാമിലും അവരുടെ रेटिंग वर्धिച്ചു വന്നു. उसके बोलने का ढंग और प्रस्तुतिकरण दर्शकों को अपने आकर्षण में बांध लेते हैं. 2 പ്രോഗ്രാമിലും അവരുടെ ബോൾനെ കാ ഡങ്ക്, അവരുടെ സംസാര രീതിയും അതുപോലെ തന്നെ പ്രസ്തുതീകരൺ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ, അത് അവതരിപ്പിക്കുന്ന രീതിയും ശൈലിയും തൻ്റെ ആരെയും ആകർഷണത്തിൽ പെടുത്തുന്നതാണ്, ആകർഷണ വലയത്തിലാക്കുന്നതാണ്. ചാനലോം പർ ഉസ്കി ലോകപ്രിയത ബഡുകി. 2 ചാനലുകളിലും അവരുടെ പോപ്പുലാരിറ്റി വർദ്ധിച്ചുകൊണ്ടിരുന്നു. रुचि के अनेक प्रशंसक और प्रशंसिकाएं थी. वे उसे सराहने के लिए खत लिखते, फ़ोन करते और ईमेल भी भेजते. 2 ചാനലും അവരുടെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു. രുചിയുടെ അനേക അതുപോലെ തന്നെ പ്രശംസികമാരും പ്രശംസിച്ചുകൊണ്ടുള്ള സ്ത്രീകളും ഉണ്ടായിരുന്നു. വേ ഉസേ സരാഹിനെ കെലിയെ ഖത്ത് ലിഖത്തെ. അവർ പ്രശംസിച്ചുകൊണ്ട്, സരാഹിന എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക.
ആളുകൾ പ്രശംസിച്ചുകൊണ്ട് കത്തെഴുതുകയും ഫോൺ വിളിക്കുകയും അതുപോലെ തന്നെ ഇമെയിൽ അയക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ടി വി ചാനൽ കെ മാധ്യം സെ പത്ര ബി ആത്തെ थे. ടി വി ചാനലിലൂടെയും ഇതുവഴിയും പത്ര വരുമായിരുന്നു. सबसे दिलचस्प खत लिखने वाले दर्शक को कार्यक्रम में आमंत्रित किया जाता है. ഏറ്റവും അധികം അഭിരുചി ഉണ്ടാക്കുന്ന താല്പര്യമുണ്ടാകുന്നതായ ഖത്ത് എഴുതുന്ന ദർശകന് എന്ന് പറഞ്ഞാൽ കാണിയാണ് ഓഡിയൻസിന് കാര്യക്രമിൽ ഈ പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്യുന്നു. ആമന്ത്രിത് കർണ എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യുക. ഉസസെ അപ്പിനി പസന്ത് കാ വ്യഞ്ജൻ ബൻവായ ജാത്ത ഹെ. അപ്പോൾ അങ്ങനെ ദർശകനെ ഒരാളെ കൊണ്ട് അവരെ ക്ഷണിക്കുകയും അവർക്കിഷ്ടമുള്ള രീതിയിൽ അവർക്കിഷ്ടമുള്ള പാചകം ഉണ്ടാക്കുവാനുള്ള ഒരു ഏർപ്പാടും അവിടെ ഉണ്ടായിരുന്നു. ഐസായിക്ക് ആമന്ത്രിത് പുരുഷഹെ സർവേശ്നാരംഗ്. ഇങ്ങനെ ആമന്ത്രിതായ ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ഒരു പുരുഷനാണ് സർവേശ്നാരംഗ്. വ് സുരുചി നാമ കാര്യക്രം കാ ആലോചക ഹെ. അവൻ സർവേശ് നാരംഗ് എന്ന് പറഞ്ഞ വ്യക്തി സുരുചി എന്ന കാര്യക്രമിലെ ആലോചക എന്ന് പറഞ്ഞ വിമർശകൻ. पिछले हफ्ते में रुचि द्वारा बनाए गए दलिया भरी आलू टिक्की नामक व्यंजन को चुनौती देने वाले दर्शक के रूप में സർവേശ് നാരംഗ് आता है. കഴിഞ്ഞ ഹഫ്ത എന്ന് പറഞ്ഞ ആഴ്ച, കഴിഞ്ഞ ആഴ്ചയിൽ രുചിയാൽ ഉണ്ടാക്കിയ ദലിയാബരി ആലു ടിക്കി എന്ന് പറഞ്ഞ ഈ വ്യഞ്ജൻ, ഈ ഒരു സാധനം, അതിന് ചുനൗത്തി ദേനേവാലെ ചുനൗത്തി ദേന എന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ചിട്ട് കൊണ്ടുള്ള ഒരു ദർശകാണ് ഓഡിയൻസ് എന്ന രൂപത്തിൽ സർവേശ് നാരംഗ് അവിടെ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നു. വ് 50 साल का है. അവർ 50 വയസ്സ് പ്രായമുള്ള ആളാണ്. सर्वेश नारंग पारिवारिक कलह के कारण अपनी पत्नी मंजीत और 17 साल का पुत्र अंश को छोड़कर रहता है. സർവേശ് നാരംഗ് പാരിവാരിക് കലഹ്, അവിടെയും കുടുംബ കലഹങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുടുംബ കലഹം കാരണം തൻ്റെ പത്നി മഞ്ജീത്തിനെയും 17 വയസ്സ് പ്രായമുള്ള അംശി എന്ന് പറഞ്ഞ പുത്രനെയും ഉപേക്ഷിച്ചിട്ട് ഒറ്റക്കാണ് കഴിയുന്നത്. रुचि ने सर्वेश का परिचय देते हुए सुरुचि नामक कार्यक्रम में कहा है कि सर्वेश हमारे व्यंजन में अपनी ओर से परिवर्तित विधि प्रस्तुत करने जा रहा है. രുചി തൻ്റെ പ്രോഗ്രാമിലൂടെ സർവേശിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, സർവേശ് ഹമാരെ വ്യഞ്ജന്മേ അപ്നി ഓർസെ, തൻ്റെ ഈ പാചകത്തിൽ തൻ്റേതായ സർവേശ് അവരവരുടേതായ രീതിയിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട്, പരിവർത്തിത വിധി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ രുചി ഉണ്ടാക്കിയ പാചകത്തെ മറ്റൊരു രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യുകയാണ് സർവേശ്. സർവേശ് ने ആത്മവിശ്വാസ് के साथ कार्यक्रम का प्रस्तुतीकरण किया. സർവേശും ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി പ്രോഗ്രാം അവതരിപ്പിച്ചു. ആലു കി ടിക്കി സബ്കാ മൻ പസന്ത് നാശ്ത ഹെ. ആലു കി ടിക്കി എന്ന് പറഞ്ഞ ഈ ഒരു ഐറ്റം സബ്കാ മൻ പസന്ത് നാശ്ത ഹെ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നാശ്ത എന്ന് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ്. സർവേശ് ने बड़े सुथरेपन से समस्त विधि का डेमो दिया. സർവേശ് ഭയങ്കരമായിട്ട് സുഥരേപ്പൻ, നല്ല ഒരു ക്ലിയർ ആയിട്ടും എന്ത് ചെയ്തു, ഈ എല്ലാ വിധിയുടെയും എല്ലാ ഓരോരോ ഐറ്റമും ഡെമോ ചെയ്ത് കാണിച്ചു കൊടുത്തു. ആലു കി ടിക്കി സ്വാദിഷ്ട് ഔർ ഹൽക്കി തീ. ആലു കി ടിക്കി ഉണ്ടാക്കിയ പാചകമാണ്. അപ്പോൾ അത് ഭയങ്കര സ്വാദിഷ്ടായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. ഔർ ഹൽക്കി തീ. चैनल के कार्यक्रम में सर्वेश का आना रुचि से मिलने का एक बहाना मात्र था. ചാനലിൽ സർവേശ് വരുന്നത് രുചിയെ കാണുവാൻ വേണ്ടിയുള്ള ഒരു ബഹാന എന്ന രീതി, ഒരു വ്യാജേന മാത്രമായിരുന്നു. वो वास्तव में मशहूर पत्रकार था. വാസ്തവത്തിൽ അവർ ഒരു ഫേമസ് ആയ, മഷൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായ ഒരു പത്രകാരായിരുന്നു, പത്ര റിപ്പോർട്ടർ ആയിരുന്നു. रुचि स्टूडियो के निकट ओशिवरा के फ्लैट में रहती है. രുചി സ്റ്റുഡിയോവിനടുത്തുള്ള ഓശിവരായിലെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. രുചി और സർവേശ് दोनों के मन में प्यार पनपने लगा. രുചിയുടെയും സർവേശിൻ്റെയും മനസ്സിൽ സ്നേഹം മുളക്കുവാൻ തുടങ്ങി. അതായത് സ്നേഹം തുടങ്ങി. ദോനോംനെ മെസ്സേജ് भेजना शुरू किया. രണ്ടുപേരും മെസ്സേജ് അയക്കുവാൻ തുടങ്ങി. ഫിർ ദോനോം एक
സാത്ത് സിനിമ ദേഖിനെ ജാനെ ലഗെ. പിന്നീട് രണ്ടുപേരും ഫിർ ദോനോം ഏക് സാത്ത് സിനിമ ദേഖിനെ ജാനെ ലഗെ. പിന്നീട് രണ്ടുപേരും ഒരുമിച്ച് സിനിമ കാണാനും പോകാൻ തുടങ്ങി. കഫേ കാഫി ഡേ CCD മേം മിൽനെ ലഗെ. കഫേ കാഫി ഡേ അതാണ് CCD. അവിടെ വെച്ചിട്ട് കാണാനും തുടങ്ങി. ദോനോം കി മിത്രത ബഡ്ത്തി ജാതി ഹെ. രണ്ടുപേരുടെയും മിത്രത, ആ ഫ്രണ്ട്ഷിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. ദോനോ അപ്പിനെ ബീത്തെ ദിനോം കെ ബാരെ മേ ബയാൻ കർത്തേ ഹെ. രണ്ടുപേരും അവരുടെ കഴിഞ്ഞ പാസിനെ കുറിച്ചിട്ട്, കഴിഞ്ഞുപോയ ദിനങ്ങളെക്കുറിച്ചിട്ട് അവർ പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്തു, വിവരിക്കുകയും ചെയ്തു. അവരവരുടെ പാസ്റ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, അവരുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ വിവരിച്ചു. ദോനോ അപ്പിനെ ഗർ ചലേ ജാത്തെ ഹെ. അതിനുശേഷം അവർ അവരുടെ രണ്ടുപേരുടെയും വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. एक दिन दोस्ती और संबंध के बारे में दोनों के बीच झगड़ा हुआ. ഒരു ദിവസം ദോസ്തിയെ കുറിച്ചിട്ട്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടും ബന്ധത്തെക്കുറിച്ചിട്ടും അവരുടെ ഇടയിൽ ഒരു ഝഗട തന്നെയുണ്ടായി. ഝഗട എന്ന് പറഞ്ഞാൽ കലഹം ഉണ്ടാകുന്നു. ഫിർ ദിനോം തക്ക് ദോനോം കാ മിലൻ നെഹിം ഹുവ. പിന്നീട് ദിവസങ്ങളോളം രണ്ടുപേരും കണ്ടുമുട്ടിയതേയില്ല. एक दिन സർവേഷ് കാ മെസ്സേജ് ആയാ കി ഡ്രഗ്സ് കെ എഡിറ്റ് ഹോനെ കെ കാരൺ അംശിക്ക് മൃത്യു ഹുയി. ഒരു ദിവസം സർവേഷിൻ്റെ മെസ്സേജ് വരികയാണ്, ഡ്രഗ്സ് കെ എഡിറ്റ് ഹോനെ കെ കാരൺ അംശിക്ക് മൃത്യു ഹുയി. അംശ് എന്ന് പറഞ്ഞാൽ തൻ്റെ മകൻ ഡ്രഗ്സിന് അടിമപ്പെട്ടത് കാരണം അവൻ്റെ മരണം ഉണ്ടായി. രുചി സർവേഷ് को सांत्वना देने के लिए उसके वर्ली मुंबई के फ्लैट में चली जाती है. രുചി സർവേഷിനെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി, ഒരു ആശ്വാസവാക്കുകൾ പറയുവാൻ വേണ്ടി അവരുടെ വർലി മുംബൈയിലെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. സർവേഷ് കെ ബേटे की मृत्यु की खबर രുചി को अपने बेटे की याद दिलाती है. സർവേഷിൻ്റെ മകൻ്റെ മരണ വാർത്ത അത് കേട്ടപ്പോൾ രുചിക്കും തൻ്റെ മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു. कुछ दिनों के बाद സർവേഷ് ने രുചി से शादी का प्रस्ताव रखा. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സർവേഷ് രുചിയോട് വിവാഹകാര്യം ചർച്ച ചെയ്തു. രുചി തൻ്റെ വിവാഹകാര്യങ്ങൾ പ്രസ്താവിച്ചു. രുചി इस प्रस्ताव को स्वीकार करती हैं और दोनों विवाह रजिस्टर कर लेते हैं. രുചി ഈ പ്രസ്താവനയെ സ്വീകരിക്കുകയും രണ്ടുപേരും വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ദോനോ ഖുഷി കെ സാത്ത് ജീവൻ ബിതാനെ ലഗെ. രണ്ടുപേരും അങ്ങനെ സന്തോഷത്തോടെ ജീവിതം കഴിച്ചു കൂട്ടുവാൻ തുടങ്ങി. ഏക് ദിൻ രുചി കാ പുത്ര ഗഗൻ പിതാ സെ രൂഢ് കർ രുചി സെ മിൽനെ ആത്താ ഹെ. ഒരു ദിവസം രുചിയുടെ പുത്രൻ, അതായത് ഗഗൻ പിതാവുമായിട്ട് പിണങ്ങിയിട്ട്, രൂഢിന എന്ന് പറഞ്ഞാൽ പിണങ്ങുക, പിതാവുമായി പിണങ്ങിയിട്ട് രുചിയെ കാണാൻ വേണ്ടി വരുന്നു. പഹലെ രുചി ഉസ്സെ മിൽനേസെ ഇൻകാർ കർത്തി ഹെ. ആദ്യം രുചി അവനെ കാണുവാൻ വേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞു നിരസിക്കുകയാണ് ചെയ്തത്. ലേക്കിൻ അകലെ ക്ഷണമേ രുചി അപ്പിനെ പുത്രക്കോ വഹാം രഹിനെ ദേത്തി ഹെ. അടുത്ത നിമിഷം തന്നെ രുചി തൻ്റെ പുത്രനെ ആ ഫ്ലാറ്റിൽ താമസിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. രുചി ने സർവേഷ് से अपने पुत्र के बारे में पहले कुछ नहीं कहा था. രുചി സർവേഷിനോട് ഇതിനു മുമ്പ് തൻ്റെ പുത്രനെ കുറിച്ചിട്ട് ഒരു കാര്യവും പറഞ്ഞിരുന്നുണ്ടായില്ല. वो गगन को फ्लैट की चाबी देकर 2-4 दिनों के लिए चली जाती है. രുചി ഗഗനിനെ ഫ്ലാറ്റിൻ്റെ ചാബി ഏൽപ്പിക്കുകയും 3-4 ദിവസത്തേക്ക് അവിടെ നിന്ന് മാറി താമസിക്കുകയും ചെയ്യുന്നു, മറ്റെവിടെയോ പോവുകയും ചെയ്തു. ഗഗൻ ഫ്ലാറ്റ് മേ നശേ മേ ഡൂബ് ജാത്താ ഹെ. ഗഗനാണെങ്കിലോ ആ ഫ്ലാറ്റിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, അങ്ങനെ ലഹരിയിൽ മുഴുകിയിരിക്കുകയാണ്, ലഹരിയിൽ മുങ്ങിയിരിക്കുകയാണ്. एक दिन सर्वेश अपने कपड़े लेने के लिए फ्लैट आता है. तब सुरक्षा कर्मी ने बताया कि रुचि फ्लैट में नहीं है और उसका पुत्र वहाँ रहता है. ഒരു ദിവസം സർവേഷ് തൻ്റെ ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിലേക്ക് വരുന്നു. അപ്പോൾ ആ വരുന്ന സമയത്ത് സുരക്ഷാ കർമ്മി പറയുകയാണ്, സുരുചി ഫ്ലാറ്റിൽ ഇല്ല, അവിടെ അവരുടെ പുത്രൻ താമസിക്കുന്നുണ്ട് എന്ന കാര്യം അറിയിച്ചു. सर्वेश गुस्से से രുചി को CCD में मिलने का आदेश देता है. സർവേഷ് ഭയങ്കര ദേഷ്യത്തോടുകൂടി രുചിയെ CCDയിൽ വെച്ച് കാണുവാനുള്ള
ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. വഹാം സെ ദോനോം കെ ബീച്ച് മേ ഝഗഡ ഹോത്താ ഹെ, അവിടെ വെച്ചിട്ട് രണ്ടുപേരുടെയും ഇടയിൽ കലഹമുണ്ടാകുന്നു. സർവേഷ് രുചിക്ക് ഗർദൻ പക്കടിലേത്താ ഹെ, സർവേഷ് ഭയങ്കര ദേഷ്യത്തോടുകൂടി രുചിയെ കഴുത്ത് പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചാനൽ മേം ഇസ് ഘടനാക്കി പ്രതിക്രിയയും ആത്തി ഹെ, അവിടെ ഉണ്ടായിരുന്ന പത്രക്കാർ ചാനലുകാർ അത് ക്യാമറയിൽ എടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ചാനലിൽ ഈ ഘടനയുടെ പ്രതികരണങ്ങൾ വരികയും ചെയ്യാൻ തുടങ്ങി. ലേക്കിൻ ദോനോ അപ്പിനെ കാമമേ വ്യസ്ത രഹേ, ലേക്കിൻ അവർ രണ്ടുപേരും അവരവരുടെ പ്രവർത്തനത്തിൽ അവരവരുടെ ജോലിയിൽ ബിസിയാവുകയും ചെയ്തു. ദിനോം കെ ബാദ് രുചിനെ കാംകാജി നാരിയോം കെ ഹോസ്റ്റൽ മേ രഹിനെ കാ നിർണയ ലിയ, ദിവസങ്ങൾക്ക് ശേഷം രുചി വർക്കിംഗ് വുമണിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുവാനുള്ള തീരുമാനം എടുത്തു. പതി അവർ പുത്രക്കോ ഛോഡ് ദിയ, പതിയെയും പുത്രനെയും ഉപേക്ഷിച്ചു. ഏക് ദിൻ രുചിക്കോ സർവേഷ് കാ ഇമെയിൽ മില, ഒരു ദിവസം രുചിക്ക് സർവേഷിൻ്റെ ഇമെയിൽ സന്ദേശം ലഭിച്ചു. ഉസ്മേ ഏക് ലടുക്കെ കെ ബാരെ മേ മെസ്സേജ് ഹെ, അതിൽ ഒരു ലടുക്കേനെ കുറിച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് ഉണ്ടായിരുന്നത്. സർവേഷിനെ ഉസേ ചരസ് ഗഞ്ചെ കെ അഡ്ഡേ സെ ഉഠാകർ പാലൻ പോഷൺ കിയാത്ത, സർവേഷ് അവനെ എടുത്ത ആ ലടുക്കേനെ എടുത്തത് ചരസ് ഗഞ്ചെ കെ അഡ്ഡേ സെ, അവിടെ ഇങ്ങനെ ഒരു ചരസിൻ്റെ ഒരു മയക്കുമരുന്ന് കേന്ദ്രത്തിൽ നിന്നാണ് അവനെ എടുത്തിട്ട് വളർത്തുവാൻ തുടങ്ങിയത്. അബ് ഉസ്കി മാം ബീജി ഉസ് ലടുക്കേക്കോ അപ്പിന പോത്ത സമജ്കർ പാലൻ പോഷൺ കർത്തി ഹെ, ഇപ്പോൾ അവരുടെ സർവേഷിൻ്റെ അമ്മയായ ബീജി ആ ലടുക്കനെ തൻ്റെ പോത്തായിട്ട് തൻ്റെ പുത്രനായി കരുതുകയും പേരമകനായി കരുതുകയും പാലൻ പോഷൺ ചെയ്യുകയും ചെയ്ത് വളർത്താനും തുടങ്ങി. ईमेल पढ़ने से रुचि वहाँ आती है, ईमेल पढ़ने से രുചി വഹാം ആത്തി ഹെ, ഇമെയിൽ വായിച്ചതുകൊണ്ട് രുചി അവിടേക്ക് വരുന്നു. ഗഗൻ കോ ദേഖ് കർ വ ചകിത് ഹോ ജാത്തി ഹെ, ഗഗനെ കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെടുന്നു. ഗഗൻ മാം കെ പൈറോം പർ പടുക്കർ മാഫി മാങ്കുത്താ ഹെ, ഗഗൻ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നു. യേ സബ് ദേഖ് കർ സർവേഷ് രുചി और ഗഗൻ കോ അപ്പിനെ ഘർ രഹിനെ കെ ലിയെ ആദേശ് ദേത്താ ഹെ, ഇത് മുഴുവൻ കണ്ടിട്ട് സർവേഷ് രുചിയെയും ഗഗനിനെയും തൻ്റെ വീട്ടിൽ താമസിക്കുവാൻ ആജ്ഞാപിക്കുന്നു. രുചി മുസ്കുരാക്കർ കഹ്തി ഹെ കി തബി തോ തും മേരെ 15 അഗസ്റ്റ് ഹോ സർവേഷ്, രുചി അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് തബി തോ തും മേരെ 15 അഗസ്റ്റ് ഹോ സർവേഷ്, നിങ്ങൾ എൻ്റെ ആഗസ്റ്റ് 15 ആണ് എന്ന് പറയുന്നു. അതായത് ആഗസ്റ്റ് 15 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്, അതുപോലെ തന്നെ എൻ്റെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ എന്ന് സർവേഷിനോട് പറയുക. സർവേഷ് രുചിയെയും ഇതുപോലെ 26 ജനുവരി എന്നാണ് വിളിച്ചിരുന്നത്. അതായത് നമുക്ക് ഭാരതം റിപ്പബ്ലിക്കായ ദിവസമാണ് 26 ജനുവരി. അങ്ങനെയാണ് രണ്ടുപേരും പരസ്പരം വിളിച്ചിരുന്നത്. ഇപ്പോൾ ഈ സ്റ്റോറി അവസാനിക്കുമ്പോൾ, ഈ നോവൽ അവസാനിക്കുമ്പോഴും രുചി ചിരിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ എൻ്റെ സ്വാതന്ത്ര്യമാണ്. സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പ്രത്യേകതയാണ് ലാസ്റ്റ് പാരഗ്രാഫായിട്ട് ഒരു കൺക്ലൂഷനായിട്ട് എഴുതേണ്ടുന്നത്. 2016 में प्रकाशित इस उपन्यास में समसामयिक संदर्भ में होने वाली घटनाओं को सजीव ढंग से उपन्यासकार ने चित्रित किया है. 2016 പബ്ലിഷ് ചെയ്ത ഈ ഉപന്യാസത്തിൽ സമസാമയിക സന്ദർഭമേ, ഇന്നത്തെ കാലത്തിൽ നടക്കുന്നതായ, ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ, ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നതായ സംഭവത്തെയാണ് ജീവൻ തുളുമ്പുന്ന രീതിയിൽ ഉപന്യാസകാർ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇസ് ഉപന്യാസമേ രുചി കാ പാരിവാരിക് സംബന്ധ് ടൂട്ട് ജാത്താ ഹെ, ഈ ഉപന്യാസത്തിൽ, ഈ നോവലിൽ രുചിയുടെ കുടുംബ ബന്ധം തകർന്നിരിക്കുകയാണ്. ഉസി പ്രകാർ സർവേഷ് കാബി, അതേപോലെ തന്നെ സർവേഷിൻ്റെയും കുടുംബ ബന്ധം തകർന്നിട്ടുള്ളതാണ്. ലേക്കിൻ ബാദ് മേം അലഗ് അലഗ് പരിവാർ കെ രുചി और സർവേഷ് दोनों का रिश्ता बढ़ता है और रजिस्टर विवाह करके अंत में सपनों से भरे और सुखपूर्ण जीवन बिताते हैं. അവസാനമാകുമ്പോഴത്തേക്കും
അലഗ് അലഗ് പരിവാറുള്ള വെവ്വേറെ കുടുംബത്തിലുള്ള രുചിയും സർവീസും രണ്ടുപേരുടെയും ബന്ധം വർദ്ധിച്ചു വരികയും അവർ രജിസ്റ്റർ വിവാഹം ചെയ്ത് സ്വപ്നങ്ങൾ നിറഞ്ഞിരിക്കുന്നതും സുഖം നിറഞ്ഞിരിക്കുന്നതുമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നു. शीर्षक के अनुरूप सपनों को घर के द्वार पर डिलीवरी करते हैं. ശീർഷക എന്ന് പറഞ്ഞാൽ ടൈറ്റിലിന് അനുരൂപമായിട്ട് സ്വപ്നത്തെ വീട്ടിൻ്റെ വാതിൽക്കൽ വരെ ഡെലിവറി ചെയ്യുകയാണ് ഈ നോവലിൽ നമ്മൾ കാണുന്നത്. അംഗ്രേസി ശബ്ദോം കാ ഖൂബ് പ്രയോഗ് കിയാ ഹെ. കുറേ അംഗ്രേസി വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകൾ ഇതിൽ നല്ലവണ്ണം ഉപയോഗിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഏക് സഫൽ ഉപന്യാസ